ഇഷ്ടമുള്ള ഗുണമാണ്. അവൻ നൽകിയ നിഅമത്തിന്റെ വിലമതിക്കുകയും അതിന്റെ വലിപ്പം മനസ്സിലാക്കുകയും ആ നിഅമത്തിന്റെ പേരിൽ അള്ളാഹുവിനെ അങ്ങേയറ്റം ശുക്ർ ചെയ്യുകയും ചെയ്യുക എന്നത് അള്ളാഹു വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരാതിൽ ശുക്റുള്ളവരാണോ, ആ നിഅമത്തിൽ ശുക്റുള്ളവരാണോ, അള്ളാഹു തആല അവർക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കുകളുണ്ട്, അൻ-നിഅമതു മൗസൂലത്തുൻ ബിശ്ശുക്ർ വശുക്റു മൗസൂലത്തുൻ ബിൽ മസീദ്. അള്ളാഹു തആല ഓരോ നിഅമത്തിനെയും ശുക്റുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ശുക്റിനെ അള്ളാഹു തആല വർധനവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആർക്ക് ജീവിതത്തിൽ നിഅമത്തുകൾക്ക് ശുക്റുണ്ടോ, തീർച്ചയായും അള്ളാഹു തആല വർധനവ് അള്ളാഹു നൽകുന്നതാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, 3 കാര്യങ്ങൾ അത് അടിമയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണെങ്കിൽ അതിന് പകരമായി 3 കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അടിമക്ക് അള്ളാഹു നൽകുന്നതാണ്. ശുക്റിന്റെ വാതിൽ അടിമ തുറന്നു വെച്ചാൽ അള്ളാഹു വർധനവിന്റെ വാതിൽ അള്ളാഹു തുറന്നു വെക്കുന്നതാണ്. ഒരിക്കലും അള്ളാഹു അടയ്ക്കുകയില്ല. ദുആയുടെ വാതിൽ ഒരു അടിമ തുറന്നു വെച്ചാൽ ഇജാബത്തിന്റെ വാതിൽ അള്ളാഹു തീർച്ചയായും തുറന്നു വെക്കുന്നതാണ്. ഇസ്തിഗ്ഫാറിന്റെ വാതിൽ ഒരു അടിമ തുറന്നു വെച്ചാൽ തീർച്ചയായും അള്ളാഹു തആല മഗ്ഫിറത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നു വെക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് അതിൽ ഏറ്റവും വലുതാണ് നമുക്ക് അള്ളാഹു അവന്റെ ഇൽമ് നൽകി എന്നുള്ളത്. ഇൽമിനെ നമ്മൾ എങ്ങനെയാണ് സഹോദരന്മാർ ശുക്ർ ചെയ്യേണ്ടത്? നമ്മുടെ മഹാന്മാർ പറയാറുണ്ട്, ശുക്ർ അത് 3 രീതിയിലാണ്. ഒന്ന്, ചെയ്ത നിഅമത്തിനെ നാവ് കൊണ്ട് ശുക്ർ ചെയ്യുക. അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നാവ് കൊണ്ട് നാം അള്ളാഹുവിനെ സ്തുതിക്കുക. ഇൽമ് അള്ളാഹു നൽകിയതിന് നാവ് കൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയും അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വലഖദ് ആതീനാ ദാവൂദ വസുലൈമാന ഇൽമ വഖാല അൽഹംദുലില്ലാഹി അല്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. നാം ദാവൂദ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ഞാൻ ഇൽമു നൽകി. അവർ രണ്ടുപേരും പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അള്ളാഹുവാണ് ഞങ്ങൾക്ക് ഇൽമു നൽകി ഞങ്ങളെ മറ്റുള്ളവരെക്കാൾ മഹത്വപ്പെടുത്തി. ഒന്ന്, നമ്മൾ നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കണം. നാം നമ്മുടെ ദുആകളിൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. രണ്ടാമത്തെ ശുക്ർ ഖൽബി, ഹൃദയം കൊണ്ടുള്ള ശുക്ര. ഏത് നിഅമത്തിനും ഒന്ന് നാവ് കൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം, 2 നാം ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം ഇൽമു നൽകിയതിന്റെ പേരിൽ. എന്താണ് ഹൃദയം കൊണ്ടുള്ള ശുക്ർ? എനിക്ക് അള്ളാഹു നൽകിയതിൽ ഏറ്റവും വലുതാണ് ഇൽമ് എന്നുള്ളത്. ഇതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല. അള്ളാഹു എനിക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലുതാണ് ഇൽമു നൽകി. അതുകൊണ്ട് നാം മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നാം സന്തോഷിക്കണം. അലി റളിയല്ലാഹു തആല പറയുമായിരുന്നു, ലനാ ഇൽമുൻ വലിൽ ജുഹാലി മാലു. ഞങ്ങൾക്ക് അള്ളാഹു ഇൽമു നൽകി, വിഡ്ഢികൾക്ക് അള്ളാഹു തആല സമ്പത്ത് നൽകി. അള്ളാഹു ഞങ്ങൾക്ക് സമ്പത്ത് നൽകാത്തതിൽ യാതൊരു വിഷമവുമില്ല, ഞങ്ങൾക്ക് അഭിമാനമാണ് അള്ളാഹു ഇൽമു നൽകിയല്ലോ. അത് ഹൃദയം കൊണ്ട് നമ്മൾ സന്തോഷിക്കണം ഇൽമു നൽകിയതിന്റെ പേരിൽ. അതുപോലെ ഹൃദയം കൊണ്ട് നാം ശുക്രിൽപ്പെട്ടതാണ് ഇൽമ്. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് കിട്ടുന്നതല്ല, കരസ്ഥമാക്കിയതല്ല. നമുക്ക് എത്ര അറിവ് അള്ളാഹു നൽകിയിട്ടുണ്ടോ, ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകിയിട്ടുണ്ടോ, ഹദീസ് പഠിക്കാൻ തൗഫീഖ് നൽകിയിട്ടുണ്ടോ, എന്തെല്ലാം ഇൽമിയായ കഴിവുകളും നേട്ടങ്ങളും നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ. അതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ സാമർഥ്യം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഫضലാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി പറയുന്ന ഭാഗത്ത് സുലൈമാൻ നബി അവരോട് പറഞ്ഞു, ഖാല യാ അയ്യുഹന്നാസ് ഉല്ലിംനാ മൻതിഖത് തയ്ർ വഊതീനാ മിൻ കുല്ലി ഷൈ ഇന്ന ഹാദാ ലഹുവൽ ഫضൽ മുബീൻ. അള്ളാഹു പക്ഷികളുടെ സംസാരം പഠിപ്പിച്ചു തന്നു. അള്ളാഹു തആല അവൻ ധാരാളം നിഅമത്തുകൾ നൽകി. ഇതെല്ലാം എന്റെ കഴിവല്ല, മറിച്ച് ഇന്ന ഹാദാ ലഹുവൽ ഫضലുൽ മുബീൻ, ഇത് അള്ളാഹു എനിക്ക് നൽകിയ അവന്റെ മാത്രം ഫضലാണ്. അതിലെനിക്ക് യാതൊരു അർഹത, യാതൊരു കഴിവും എന്റെ കഴിവല്ല. അതുകൊണ്ട് നമുക്ക് നിഅമത്തുകൾ ഇൽമു നമുക്ക് വർദ്ധിക്കും തോറും നാം ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ മുന്നിൽ ശുക്ർ ചെയ്യണം. ഇതെന്റെതല്ല, അത് നീ നൽകിയതാണ്, എന്റെ കഴിവല്ല. മൗലാന ഉമർ പലംബർ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, മുഅ്മിനിന്റെ ഉപമ നെൽക്കതിര് പോലെയാണ്. നെൽക്കതിരിലെ ധാന്യം തോറും ആ നെൽക്കതിര് ഇങ്ങനെ കുനിഞ്ഞ് അതിങ്ങനെ താഴേക്ക് വളഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് മുഅ്മിനിന്റെ ഉപമ. എത്ര കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നോ മുഅ്മിൻ അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതനാകും, അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ തലയെ കുനിക്കും. അതുകൊണ്ട് നമുക്ക് ഇൽമ് എത്ര കൂടുതൽ കിട്ടുന്നോ
അതനുസരിച്ച് നമ്മൾ അള്ളാഹു നമ്മൾ തല കുനിക്കണം. അള്ളാഹു നിന്റേതാണ്, എന്റെ കഴിവ് കൊണ്ടല്ല. ഒരു മുനാഫിക്കിന്റെ, ഒരു കാഫിറിന്റെ രീതിയാണ് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയാൽ അത് സ്വന്തം കഴിവ് കൊണ്ടും സ്വന്തം സാമർഥ്യം കൊണ്ടുമാണ് കരസ്ഥമാക്കിയെന്ന് ചിന്തിക്കും. ഖാറൂനെ പറ്റി അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഈ സമ്പത്തെല്ലാം ഞാൻ എന്റെ ബുദ്ധി കൊണ്ടും എന്റെ അറിവ് കൊണ്ടും ഞാൻ സ്വന്തം കരസ്ഥമാക്കിയതാണ്. ഇതൊരു മുഅ്മിൻ ഒരിക്കലും ചിന്തിക്കില്ല, ഞാൻ എന്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം കരസ്ഥമാക്കിയത്. മറിച്ച് കാഫിറാണ്, മുനാഫിക്കാണ് അങ്ങനെ ചിന്തിക്കുന്നത്. പണ്ട് ഇൽമ് അള്ളാഹു നൽകിയതിൽ രണ്ടാമത്തെ ശുക്ർ ഖൽബി. ഹൃദയം കൊണ്ട് നമ്മൾ സമ്മതിക്കണം, ഞാൻ എന്തെല്ലാം പഠിച്ചു, എന്തെല്ലാം മനസ്സിലാക്കി, ഇതൊന്നും എന്റെ കഴിവല്ല, മറിച്ച് എനിക്ക് അള്ളാഹു നൽകിയതാണ്. മൂന്നാമത്തെ ഇൽമിന്റെ ശുക്ർ അമലിയായ ശുക്റാണ്. ഏത് നിഅമത്താണ് നമുക്ക് കിട്ടിയത്, ആ നിഅമത്തിനെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ വഴിയിൽ, അള്ളാഹുവിന്റെ തൃപ്തിയുടെ വഴിയിൽ അത് ഏതാണെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കലാണ് അമലിയായ ശുക്ർ. അള്ളാഹു തആല ഇൽമു നൽകി, ആ ഇൽമിനെ എങ്ങനെ ഉപയോഗിക്കണം, പ്രാവർത്തികമാക്കലാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് മനസ്സിലാക്കി അതിനുപയോഗിക്കുക. അതിനാണ് അമലിയായ ശുക്ർ എന്ന് പറയുക. ഏറ്റവും ഉയർന്ന ശുക്ർ അമലിയായ ശുക്റാണ്. ലിസാനിയായ നാവ് കൊണ്ട് ശുക്ർ ചെയ്തു, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് ഒരാൾ ഷാക്കിറായി തീരുകയില്ല. അതുകൊണ്ട് മാത്രം, മറിച്ച് അമലിയായ ശുക്രുമുണ്ടായിത്തീരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശുക്ർ, നമ്മൾ യഥാർത്ഥ ഷാക്കിറായി മാറുന്നത്. എന്താണ് അമലിയായ ശുക്ർ? ഇൽമിലൂടെ അള്ളാഹു നമ്മിൽ നിന്ന് എന്താണ് ലക്ഷ്യമാക്കുന്നത്, അള്ളാഹു തആല നമുക്ക് ഇൽമു നൽകിയതിലൂടെ എന്താണ് നമ്മിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത്, അതിനു വേണ്ടി നമ്മുടെ ഇൽമിനെ ഉപയോഗിക്കണം. നമുക്ക് അള്ളാഹു തആല അവന്റെ കഴിവ് കൊണ്ട്, അള്ളാഹുന്റെ കരുണ കൊണ്ട് ഇൽമു നൽകി. ഈ ഇൽമു അള്ളാഹു നൽകിയതിലൂടെ നമ്മിൽ എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ഇതാ മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മുടെ ഇൽമിനെ ഉപയോഗിക്കലാണ് യഥാർത്ഥത്തിൽ അമലിയായ ശുക്ർ എന്നുള്ളത്. ഇൽമു അള്ളാഹു നൽകിയതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമാക്കുന്നത്. രണ്ട് ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, നമുക്ക് നൽകിയ ഇൽമിലൂടെ നമ്മുടെ റബ്ബുമായുള്ള ബന്ധം നമുക്ക് ശരിയാക്കാൻ സാധിക്കണം. നമുക്ക് അള്ളാഹു ഇൽമു നൽകിയതിലൂടെ ഇൽമു നമ്മുടെ റബ്ബുമായുള്ള ബന്ധം ശരിയാകാൻ കാരണമായി തീരണം. ഇൻഫ്രാദിയായി, വ്യക്തിപരമായി നമുക്ക് അള്ളാഹുമായുള്ള ബന്ധം വർദ്ധിക്കണം. അതിനാണ് അള്ളാഹു തആല നമുക്ക് ഇൽമു നൽകിയിരിക്കുന്നത്. നമ്മൾ സ്വയം ചിന്തിക്കണം, അള്ളാഹു എന്നെ ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകി, ഹദീസ് പഠിക്കാനുള്ള തൗഫീഖ് നൽകി, അല്ലെങ്കിൽ ദീനിയായ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി. എനിക്ക് എൻ്റെ റബ്ബുമായി, ഇൽമു നൽകിയ റബ്ബുമായി സ്വന്തം എനിക്ക് എത്രത്തോളം വ്യക്തിപരമായി ബന്ധമുണ്ട് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. മൗലാന തഖി ഉസ്മാനിയുടെ തറാശയിൽ മൗലാന ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്, 4 മുതഅല്ലിമീങ്ങളുടെ സംഭവം. അവരെ സംബന്ധിച്ച് മൗലാന എഴുതിയിരിക്കുന്നത് മുഹമ്മദ് കി നാം പർ ഷാർ ഖുശ് നസീബ് എന്ന് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അഥവാ മുഹമ്മദ് എന്ന് പേരുള്ള 4 മുതഅല്ലിമീങ്ങൾ. അവർ പിൽക്കാലത്ത് വലിയ മഹാന്മാരായി മാറി. ദീൻ പഠിക്കാൻ വേണ്ടി 4 പേര് യാത്ര പുറപ്പെട്ടു. യാത്രക്കിടയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം തീർന്നുപോയി. പഴയ കാലഘട്ടം, ത്യാഗത്തിന്റെ, ഇൽമിന് വേണ്ടിയുള്ള വലിയ ത്യാഗത്തിന്റെ കാലഘട്ടം. അവരുടെ കയ്യിൽ ഭക്ഷണം തീർന്നുപോയി. അവർ 4 പേരും കൂടി ആലോചിച്ചു എന്ത് ചെയ്യണം. അവർ നിർബന്ധ സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്, മറുപടത്തിന്റെ ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഭക്ഷണമെല്ലാം തീർന്നുപോയി. ഇനി ജീവൻ നിലനിൽക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ആരോടെങ്കിലും ഭക്ഷണം ചോദിക്കാം, യാചിക്കാം. നമുക്ക് അനുവദനീയമായ സമയമാണ്, ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അങ്ങനെ അവർ തീരുമാനിച്ച ഒരാളെ ജനങ്ങളുടെ അടുക്കൽ പോയി ഭക്ഷണം എന്തെങ്കിലും ചോദിച്ച് കൊണ്ടുവരാൻ വേണ്ടി. ഒരാളെ തീരുമാനിച്ചു. അദ്ദേഹം ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അദ്ദേഹത്തിന് ലജ്ജ തോന്നിക്കാൻ, ഇതുവരെ സൃഷ്ടാവിന്റെ മുന്നിൽ മാത്രം കൈനീട്ടി ശീലിച്ച് ഞാൻ എങ്ങനെ സൃഷ്ടികളുടെ മുന്നിൽ കൈനീട്ടും? അദ്ദേഹം തിരിച്ചു വന്ന് കൂട്ടുകാരോട് പറഞ്ഞു, എനിക്ക് ലജ്ജ തോന്നുന്നു, ഞാൻ എങ്ങനെ പോയി സൃഷ്ടികളുടെ മുന്നിൽ കൈനീട്ടും? അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് എല്ലാവർക്കും നമസ്കരിക്കാം, എന്നിട്ട് അള്ളാഹുവിന്റെ ദുആ ചെയ്യും. അവർ നമസ്കരിച്ചു, ദുആ ചെയ്തു അള്ളാഹുവിന്റെ മുന്നിൽ. ആ കിതാബിൽ എഴുതുന്നുണ്ട്, ആ കാലഘട്ടത്തിലെ രാജാവിന് സ്വപ്നം കാണിക്കപ്പെട്ടു, എന്റെ 4 ഇഷ്ടദാസന്മാർ ഇന്ന സ്ഥലത്ത് അവർ ബുദ്ധിമുട്ടി മരണാവസ്ഥയിലാണ്, എത്രയും പെട്ടെന്ന് അവർക്കുള്ള ഭക്ഷണത്തിന്റെ ഏർപ്പാട് ചെയ്യണം. രാജാവ് പെട്ടെന്ന് സൈന്യത്തെ അയച്ചു. ആ ഭക്ഷണവുമായി സൈന്യം വന്നു. ഭക്ഷണം കൊടുത്തവർക്ക് അവർ ഭക്ഷണം കഴിച്ചു. പറഞ്ഞു, രാജാവ് പുറകെ തന്നെ വരും, നിങ്ങൾ രാജാവിനെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കണം. 4 പേർ അവരുടെ ആവശ്യം പൂർത്തിയായി വിശപ്പടക്കി രാജാവ് വരുന്നതിന് മുമ്പേ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി, കാരണം ജനങ്ങൾ അറിഞ്ഞാൽ പിന്നെ പ്രസിദ്ധനാകും. അതുകൊണ്ട് അവർ 4 പേരും വളരെ പെട്ടെന്ന് തന്നെ ആ നാട്ടിൽ അവർ പുറപ്പെടുകയുണ്ടായി. ഇതാണ് യഥാർത്ഥത്തിൽ ഇൽമിലൂടെ നമുക്ക് ഉണ്ടായിത്തീരേണ്ടത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികൾ, അവർ മുതഅല്ലിമീങ്ങളായിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഓരോരുത്തർക്കും അള്ളാഹുമായി ബന്ധം ഈ നിലയിലായിരുന്നു.
ഇവിടെ നമുക്കും ഓരോരുത്തർക്കും ഇൽമ് അള്ളാഹു നൽകിയത് ഈ നിലയിലുള്ള ബന്ധമുണ്ടായി തീരാൻ വേണ്ടിയാണ്. ഓരോരുത്തർക്കും ഇൻഫ്രാദി അള്ളാഹുമായുള്ള ബന്ധമുണ്ടായിത്തീരണം. ഇല്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ഇൽമ കിട്ടിയതിനു ശേഷവും നമുക്ക് അള്ളാഹുമായുള്ള ബന്ധം ശരിയായില്ല എങ്കിൽ നാളെ ആഖിറത്തിൽ നമ്മൾ ഓരോരുത്തരും വലിയ ഖേദത്തിന് കാരണമായി തീരും. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, നാളെ ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ ഖേദിക്കുന്നത് 3 വിഭാഗം ആളുകളായിരിക്കും. അതിൽ ഒന്ന്, ഒരു വ്യക്തി അള്ളാഹു സമ്പത്ത് നൽകി, പക്ഷെ ആ സമ്പത്തിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ജീവിതകാലത്ത് ഉപയോഗിച്ചില്ല. അങ്ങനെ ആ മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ വാരിസ്, അനന്തരവാസികൾ ആ സമ്പത്ത് കിട്ടി, അവർ ആ സമ്പത്തിനെ ദീനിന്റെ വഴിയിലെല്ലാം ചെലവഴിച്ച് വലിയ നന്മകൾ കരസ്ഥമാക്കി. ഈ മനുഷ്യൻ നാളെ ആഖിറത്തിൽ വരുമ്പോൾ എത്ര ഖേദമായിരിക്കും. സ്വന്തം സമ്പത്തായിരുന്നു, പക്ഷേ അള്ളാഹു നൽകിയ നിഅമത്തിനെ ഉപയോഗിച്ചില്ല. പക്ഷെ അവന്റെ വാരിസ്യങ്ങൾ, പിൽക്കാലത്ത് വന്നവർ, അവർ ആ സമ്പത്ത് കിട്ടി, അവർ ദീനിന് വേണ്ടി ഉപയോഗിച്ചു. അവർ അതേ സമ്പത്ത് കൊണ്ട് നാളെ ആഖിറത്തിൽ വലിയ സമ്പാദ്യം ഉണ്ടാക്കിയെടുത്തു. മറ്റൊരു മനുഷ്യൻ സ്വന്തം ഇൽമുള്ളവനായിരുന്നു, ആ ഇൽമു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു, പക്ഷെ സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുവന്നില്ല, ജീവിതമാക്കി മാറ്റിയില്ല, അമലാക്കി മാറ്റിയില്ല. പക്ഷെ ഈ മനുഷ്യൻ ആർക്കെല്ലാം പറഞ്ഞു കൊടുത്തോ അത് കേട്ടവർ അവരുടെ ജീവിതത്തിൽ ആ ഇൽമിനെ അമലാക്കി മാറ്റി. അവർ ആ ഇൽമിലൂടെ നാളെ ആഖിറത്തിൽ വലിയ സമ്പാദ്യം ഉണ്ടാക്കും. ഈ മനുഷ്യൻ ഇൽമുണ്ടായിരുന്നു സ്വയം, പക്ഷെ ഉപയോഗിക്കാതെ വലിയ നഷ്ടപ്പെടും. ഈ മനുഷ്യൻ ആഖിറത്തിൽ വലിയ ഏറ്റവും വലിയ ഖേദത്തിന് കാരണക്കാരനായിരിക്കും. മൂന്നാമത്തെ മനുഷ്യൻ ഒരു യജമാനനാണ്. അവന്റെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുവിനനുസരിച്ചില്ല, ദീനനുസരിച്ചില്ല. പക്ഷെ അവന്റെ അടിമയായിക്കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിച്ചു, അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിച്ചു, മരണപ്പെട്ടു. നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഈ യജമാനൻ എത്ര ഖേദത്തിന്റെ അവസ്ഥയിലായിരിക്കും. സ്വന്തം അടിമ യജമാനേക്കാൾ വലിയ ആഖിറത്തിൽ വലിയ ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കി. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഇൽമ നൽകി, ഇതിനെ അമലാക്കി നമ്മളെ മാറ്റിയില്ല എങ്കിൽ, അമലിയായ ശുക്രിൽ കൊണ്ടുവന്നില്ല എങ്കിൽ നാളെ ആഖിറത്തിൽ നമ്മൾ അങ്ങേയറ്റം ഖേദിക്കേണ്ടി വരും. സഅദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാണ് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സമൂഹത്തിന് എന്റെ അടുക്കൽ മൃഗത്തെക്കാൾ യാതൊരു മഹത്വവുമില്ല. അവർ കാരണം ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, ദീൻ പഠിക്കുന്നില്ല. അവർ അവരുടെ ഷഹ്വാത്തുകൾ, ആഗ്രഹങ്ങൾക്ക് പുറകിൽ മാത്രം ജീവിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഒരു സമൂഹത്തെ കുറിച്ച്. അവർ ദീൻ മനസ്സിലാക്കി, അവർ ദീനിന്റെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി, പക്ഷേ എന്നിട്ട് ആദ്യത്തെ സമൂഹത്തെ പോലെ അവരുടെ ആഗ്രഹങ്ങൾക്ക് പുറകിൽ, അവരുടെ നഫ്സിയായ ജീവിതങ്ങൾക്ക് പുറകിൽ അവർ ജീവിച്ചു പോകുന്നു ഇൽമ കരസ്ഥമാക്കിയതിനു ശേഷം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഖായിഷാത്തുകൾ, ആഗ്രഹങ്ങൾ ഇൽമിന്റെ താബിയാണ്, ഇൽമിന്റെ പിറകിലാണ്. എന്നാൽ ഒരു കാലഘട്ടം വരും, അന്ന് ഇൽമ് മനുഷ്യന്റെ നഫ്സിയായ ആഗ്രഹത്തിന് പിറകിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഇൽമ് ഇത് വലിയ നിഅമത്താണ്. ഇത് നിഅമത്തായി മാറുന്നത് ഇൽമിനെ നമ്മുടെ അമലിയായ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഷാക്കിറായി മാറുന്നത്. ഇല്ലെങ്കിൽ ഇൽമ് നമുക്ക് പ്രയോജനം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഇതേ ഇൽമ് തന്നെ നമ്മുടെ ആഖിറത്തിൽ വലിയ നാശത്തിന് കാരണമായി തീരും. ഇതുപോലെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വലിയ ഇൽമ കരസ്ഥമാക്കിയ വ്യക്തിയാണ്. മൗലാന അഷ്റഫ് അലി ദാനവി റഹ്മത്തുള്ളാഹി തആല അലൈഹി എഴുതുന്നുണ്ട്, ഇബ്ലീസിന്റെ പ്രത്യേകത, അദ്ദേഹം നാല് ഐനുകൾ, അഥവാ ഇബ്ലീസ് ആഖിലായിരുന്നു, ഭയങ്കര ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ടാണ് എന്തുകൊണ്ടാ സുജൂദ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഖലഖതനി മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ. ഇതിൽ ബുദ്ധിപരമായ മറുപടിയാണ്, ഇതിന് തിരിച്ച് മറുപടി പറയാനില്ല. വലിയ ബുദ്ധിമാനായിരുന്നു. 2, ഇബ്ലീസ് ആഖിലായതുപോലെ ആബിദായിരുന്നു, ഭയങ്കര ഇബാദത്തുകാരനായിരുന്നു, മലക്കുകൾക്കിടയിൽ വലിയ ഇബാദത്തുകാരനായിരുന്നു. അതുപോലെ ഇബ്ലീസ് ആലിമായിരുന്നു, വലിയ അറിവുള്ള ആളായിരുന്നു, മലക്കുകളുടെ കൂട്ടത്തിൽ വലിയ അറിവുള്ള ആളായിരുന്നു, ലാനത്ത് ശപിക്കപ്പെടുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്ലീസിനെ 1-ാം ആകാശത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നു, ഇബ്ലീസിന് ജിന്നുകൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നു. മൗലാന തഖി ഉസ്മാനി അദ്ദേഹം പറയുന്നുണ്ട്, എത്ര വലിയ ആലിമായിരുന്നു ഇബ്ലീസ്. ഇമാം റാസിയെ പോലെയുള്ള പണ്ഡിതന്മാരെ മരണസമയത്ത് വസ്വാസിലാക്കപ്പെട്ടു. അത്രയും വലിയ പണ്ഡിതൻ, അത്രയും വലിയ ഇൽമുള്ള ആളായിരുന്നു ഇബ്ലീസ്. 3 ഐന്, ആഖിലായിരുന്നു, ആബിദായിരുന്നു, ഇബ്ലീസ് ആലിമായിരുന്നു. പക്ഷേ ഇബ്ലീസ് ആഷിഖായിരുന്നില്ല, അള്ളാഹുവിനെ പ്രേമിച്ചിരുന്നില്ല, തന്റെ ഇൽമു കൊണ്ട് അള്ളാഹുമായുള്ള ബന്ധം ശരിയാക്കിയിരുന്നില്ല, അള്ളാഹുമായി ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇൽമു വെറും നമ്മുടെ ജീവിതത്തിലെ കുറച്ച് സമ്പാദ്യം മാത്രമാകാതെ, നമ്മുടെ ഇൽമു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുമായുള്ള ബന്ധത്തിന് കാരണമായി തീരും. അള്ളാഹുമായി ഇഷ്കിന്, അള്ളാഹുമായുള്ള മുഹബ്ബത്തിന്, അള്ളാഹുമായുള്ള തഅല്ലുക്കിന് നമ്മുടെ ഇൽമ് അത് കാരണമായി തീരണം. ഇൽമിന്റെ ലക്ഷ്യം അതാണ്. തഫഖുഹു ഫിദ്ദീൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ
മൗലാന ഷഫീ റഹ്മത്തുള്ളാഹി തആല അലൈഹി എഴുതുന്നുണ്ട്, തഫഖഹു ഫിദ്ദീൻ കൊണ്ടുള്ള ഉദ്ദേശം ഈ സമയത്ത് അള്ളാഹു എന്നിൽ എന്താണ് മുത്താലബ, അള്ളാഹു എന്നിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അറിയലാണ് ശരിക്കും തഫഖഹു ഫിദ്ദീൻ. അതനുസരിച്ച് പ്രവർത്തിക്കലാണ് അമലെ ശുക്ർ. അമല് കൊണ്ടുള്ള ശുക്ർ എന്ന് പറയുന്നത്. ഓരോ സമയത്തും നമ്മൾ ഇന്ന് അള്ളാഹു എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. ഇതാണ് ഇൽമിന്റെ അമലിയായ ശുക്രിന്റെ ഒന്നാമത്തെ ഭാഗം. അമലിയായ ശുക്രിന്റെ രണ്ടാമത്തെ ഭാഗം, ഒരാൾ അള്ളാഹു നൽകിയ ഇൽമ് ശുക്ർ ചെയ്തവനാകണമെങ്കിൽ, അമലിയായ ശുക്ർ ചെയ്തവനാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലിയുൻസിറു ഖൗമഹും, അവൻ അള്ളാഹു നൽകിയ ഇൽമു കൊണ്ട് അവന്റെ സമൂഹത്തെ, അവൻ ജീവിക്കുന്ന സമൂഹത്തെ അള്ളാഹുമായി അടുപ്പിക്കണം, അള്ളാഹുവിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കണം, ആഖിറത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കണം. മൗലാന തഖി ഉസ്മാൻ സയ്യിദ് എന്ന് പറയുന്നുണ്ട്, ഇൻസാർ എന്നുള്ള വാക്കുകൊണ്ടുള്ള ഉദ്ദേശം വെറും ഭയപ്പെടുത്തലല്ല, മറിച്ച് ഇൻസാർ കൊണ്ടുള്ള വാക്കിൽ ഉദ്ദേശിക്കുന്ന ഷഫഖത്തോടു കൂടി, അത് ഉമ്മത്തിനോട് കരുണയോടുകൂടി, ഉമ്മത്തിനെ സ്നേഹത്തോടു കൂടി ഇൻസാർ ചെയ്യലാണ്, ഭയപ്പെടുത്തലാണ്. ആഖിറത്തിന്റെ ശിക്ഷകളിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷകളിൽ നിന്ന് ഭയപ്പെടുത്തി കാരുണ്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക. പാപത്തിന്റെ ശിക്ഷകളെ പറഞ്ഞ് ആഖിറത്തിന്റെ അദാബുകളെ കുറിച്ച് കാരുണ്യത്തോടു കൂടി അവർ പറഞ്ഞവരെ ഉണർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രവാചകന്മാരെ പറ്റിയും നദീർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നദീർ എന്നുള്ള വാക്കിന്റെ ലക്ഷ്യം അതാണ്. വെറും ഭയപ്പെടുത്തലല്ല ജനങ്ങളെ, മറിച്ച് കാരുണ്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, ഷഫഖത്തോടു കൂടി, ഉമ്മത്തിനെ കുറിച്ചുള്ള വേദനയിൽ ഉമ്മത്തിനെ ദീനിലായ്മ കാണുമ്പോൾ വളരെ കാരുണ്യത്തോടു കൂടി അവരെ ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് നദീർ എന്ന് പറയുന്നത്. ഉമ്മത്തിന്റെ ഇർത്തിദാദ്, ഉമ്മത്തിന്റെ ബേദീനിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സഹോദരന്മാരെ ഉമ്മത്തിൽ നിന്ന് ഇൽമില്ലാതായി മാറി എന്നുള്ളത്. നമുക്ക് അള്ളാഹു ഇൽമു നൽകി, പക്ഷെ ഉമ്മത്തിൽ നിന്ന് ദീനില്ലായ്മയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഉമ്മത്തിൽ ദീനില്ലായ്മയുടെ കാരണമാണ് ഉമ്മത്തിൽ വലിയ ഇർത്തിദാദ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ഉൾപ്രദേശങ്ങളിലേക്കും അതുപോലെ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലേക്കും നമ്മൾ സഞ്ചരിച്ചാൽ, നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും, വലിയ ഇർത്തിദാദിന്റെ വക്കിലാണ് ഉമ്മത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റഹ്മത്തുള്ളാഹി തആല മൽഫുദാത്തിലുണ്ട്, അത് പറയുന്നുണ്ട് ഇർത്തിദാദ് പല രീതിയിലാണ്. ഒന്ന് ഇർത്തിദാദ് ഇഅ്തിഖാദി, ഇർത്തിദാദ് അമലി, അതുപോലെ ഒന്നെന്താണ് പ്രവൃത്തിപരമായിട്ട് ഇർത്തിദാദ്, അതുപോലെ വിശ്വാസപരമായിട്ടുള്ള ഇർത്തിദാദ്, പിന്നെ രൂപത്തിലുള്ള ഇർത്തിദാദ്. ഉമ്മത്തിൽ പല നിലയിൽ ഉമ്മത്ത് ഇർത്തിദാദിന്റെ വക്കിലാണ്. കോലത്തിൽ ഇർത്തിദാദ് സംഭവിച്ചു, അമലിയായി. അതുകൊണ്ട് നമ്മൾ വലിയ ഫിക്ർ ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് കാരണമാണ് ഉമ്മത്ത് യഥാർത്ഥമായ ഇൽമിൽ നിന്നും അകന്നുപോയി എന്നുള്ളത്. ഹസ്രത്ത് റഹ്മത്തുള്ളാഹി തആല അലൈഹി 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഉമ്മത്തിന്റെ ഇർത്തിദാദിന്റെ പ്രധാനപ്പെട്ട കാരണം. 3 കാര്യങ്ങളാണ്. ഒന്ന് ജഹാലത്താണ്, മറ്റൊന്ന് ഫുർസത്താണ്, മറ്റൊന്ന് ഉമ്മത്തിന്റെ ജീവിത ഇടുക്കമാണ്, ദാരിദ്ര്യം. ദാരിദ്ര്യം ഉമ്മത്തിൽ വലിയ ഇർത്തിദാദിന് കാരണമായിട്ടുണ്ട്. ഇന്ന് ഉമ്മത്തിൽ ഇർത്തിദാദിന്റെ വലിയൊരു കാരണമാണ് ഉമ്മത്തിൽ ജഹാലത്ത് വർദ്ധിച്ചു എന്നുള്ളത്. ഉമ്മത്തിൽ ഇർത്തിദാദിന്റെ 3 പ്രധാനപ്പെട്ട കാരണം, ഒന്ന് ജഹാലത്താണ്, മറ്റൊന്ന് ഉമ്മത്തിലെ ദാരിദ്ര്യമാണ്, മറ്റൊന്ന് ഫുർസത്താണ്. അപ്പൊ ജഹാലത്ത് കൊണ്ട് ഉമ്മത്തിൽ ഇർത്തിദാദ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അല്ലാഹു തആല ഇൽമു നൽകി, ആ ഇൽമു ഉമ്മത്തിന് നമ്മൾ എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ ഉമ്മത്ത് ഇർത്തിദാദിന്റെ വക്കീലാണ്. മൗലാന മുഹമ്മദ് ഹസൻ ദൈബന്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഷെയ്ഖുൽ ഹിന്ദാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പണ്ഡിതനായി അറിയപ്പെടുന്ന മുഹമ്മദ് ഹസൻ ദൈബന്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അദ്ദേഹം സ്വാതന്ത്ര്യ പോരാട്ട സമയത്ത് നീണ്ട വർഷം മാൾട്ട ജയിലിൽ താമസിക്കേണ്ടി വന്ന വലിയ മഹാനാണ്. അദ്ദേഹം ജയിലിൽ കിടന്നതിന് ശേഷം തിരിച്ച് ദാറുൽ ഉലൂം ദെയ്യൂബന്ദിൽ വന്നതിന് ശേഷം മുത്തഅല്ലിമീങ്ങളെയും ഉലമാക്കളെയും ഒരുമിച്ച് കൂട്ടി അദ്ദേഹം സംസാരിക്കുന്ന കൂട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും നീണ്ട വർഷത്തെ ജയിൽവാസത്തിൽ ഞാൻ വളരെ കൂടുതൽ ചിന്തിച്ചു ഉമ്മത്തിന്റെ ദീനില്ലായ്മയുടെ, ഉമ്മത്തിന്റെ ബലഹീനതയുടെ എല്ലാം കാരണങ്ങളെ കുറിച്ച്. എന്തുകൊണ്ടാണ് ഉമ്മത്തിൽ ഇത്രയും വലിയ താഴ്ച സംഭവിക്കാനുള്ള കാരണം? അതിന് അദ്ദേഹം പറയും, 2 കാര്യങ്ങൾ ഞാൻ എൻ്റെ നീണ്ട വർഷത്തെ ജയിൽവാസത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കി. 2 കാര്യങ്ങളാണ് ഉമ്മത്തിന്റെ സവാലിന്റെ, ഉമ്മത്തിന്റെ ദീനില്ലായ്മയുടെ കാരണം മനസ്സിലാക്കിയത്. ഒന്ന്, ഉമ്മത്ത് ഖുർആനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. ഉമ്മത്തിന് ഖുർആനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതാണ് ഉമ്മത്തിന്റെ ദീനില്ലായ്മയുടെ താഴ്ചയുടെ ഒന്നാമത്തെ കാരണം.
ഒരു നമ്മൾ ചിന്തിച്ചു നോക്കി, അള്ളാഹു തആല ഈ ഖുർആൻ നമ്മൾ ഓരോരും കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അതിന്റെ ഖുർആനിന്റെ ഹുറൂഫുകൾ നമ്മൾ പഠിച്ചു, അതിന്റെ ആയാത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി, അതിന്റെ തഫ്സീർ നമ്മൾ പഠിച്ചു, അതിന്റെ ഖിറാഅത്തുകൾ പഠിച്ചു, ഖുർആന്റെ വിശാലമായ അർത്ഥങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ എല്ലാം പഠിച്ച് നാം നമ്മുടെ മനസ്സിൽ അത് ശേഖരിച്ച് ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഉമ്മത്തിന്റെ ദീനില്ലായ്മ വലിയൊരു കാരണം ഈ ഖുർആനുമായി ഉമ്മത്ത് ബന്ധം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് അള്ളാഹു ഖുർആൻ നൽകിയ, ഇൽമ് നൽകിയ നാം ഓരോരുത്തരും വലിയ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഹിക്മത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഈ ഉമ്മത്തിനെ എങ്ങനെയെങ്കിലും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹു നൽകിയ മുഴുവൻ കഴിവും ഉപയോഗിച്ച് പരിശ്രമിക്കുക എന്നുള്ളത്. സത്യത്തിൽ ഇൽമിൽ നിന്നുള്ള തേട്ടം അതാണ്. ഇൽമിന്റെ തേട്ടമാണ് അള്ളാഹു നൽകിയ ഇൽമിന്റെ ഒരു തേട്ടമാണ് ഇത് ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലിമായി തീരുന്നത്. മൗലാന മുദഫർ ഹുസൈൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. മൗലാന തഖി ഉസ്മാനി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മൗലാന മുദഫർ ഹുസൈൻ സാഹിബ് ഒരു യാത്രയില് ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി കയറി. നമസ്കരിക്കാൻ കയറിയ സമയത്ത് ആ പള്ളിയിൽ വേറെ മറ്റാരും നമസ്കരിക്കാനില്ല. പള്ളിയാണെങ്കിൽ ആകെ അലങ്കോലമായി പൊടി പിടിച്ച് കിടക്കുന്നു. അത് നമസ്കരിക്കാൻ വരുന്ന ഒരു അടയാളവും കാണാനുമില്ല. അദ്ദേഹം നമസ്കരിച്ചു. നമസ്കാരശേഷം അദ്ദേഹം വെളിയിലിറങ്ങി നാട്ടിലുള്ള ജനങ്ങളെ പോയി കണ്ടു. ചോദിച്ചു, ഞങ്ങൾ എന്താ നമസ്കരിക്കാൻ വരാത്തത്, പള്ളിയിൽ എത്താത്തത്, ഇത്രയും അടുത്ത് പള്ളിയുണ്ട്, ഞങ്ങളാരും വരാത്തത് എന്താണ്? അദ്ദേഹം അവരോട് സംസാരിച്ച് പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് പഴയ നാടിന്റെ ശീലമാണ്, ഒരു തലവൻ ഉണ്ടാകും, അദ്ദേഹത്തെ അനുസരിച്ചായിരിക്കും ജനങ്ങൾ ജീവിക്കുന്നത്. നേതാവ് വരാത്തതിന്റെ പേരിലാണ് ജനങ്ങൾ പള്ളിയിൽ വരാത്തതിന് തെറ്റ് മനസ്സിലായി. അങ്ങനെ നേതാവിനെ അന്വേഷിച്ച് പോയി കണ്ടു, സംസാരിച്ചു, വലിയ സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി ദീന്റെ കാര്യങ്ങൾ പറഞ്ഞു, പള്ളിയുടെ മഹത്വങ്ങൾ പറഞ്ഞു. അന്ന് അദ്ദേഹം തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകാം, പക്ഷെ ഒരു നിബന്ധന, ഞാൻ ഒളു എടുക്കുകയില്ല. അങ്ങനെ പറയാണ്, ഞാൻ വളരെ വളരെ കൂടുതൽ പരിശ്രമിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ ഒളു എടുക്കേണ്ട, നമസ്കരിക്കുക. സത്യത്തിൽ ഫത്വ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒളു എടുക്കാൻ നമസ്കരിക്കാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ആ ഗ്രാമ നേതാവ് തയ്യാറായി. പിന്നെ അദ്ദേഹം പറയാണ്, മൗലാന വീണ്ടും പള്ളിയിൽ പോയി നമസ്കരിച്ചുണ്ടാക്കട്ടെ, അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്തു, അല്ലാഹുവേ ഞാൻ പള്ളിയിലേക്ക് എത്തിച്ചു, നീ ഒളു എടുക്കാൻ നീ തയ്യാറാക്കി. ദുആ ചെയ്തു. പിറ്റേ ദിവസം ലോഹർ മുതൽ വരാന്ന് അദ്ദേഹം ഏറ്റത്. ലോഹറിന്റെ സമയമായി. ആ ഗ്രാമ നേതാവ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അദ്ദേഹം ചിന്തിച്ചു, ആദ്യമായിട്ട് പോകുന്നതാണല്ലോ, ഒതു എടുത്തിട്ട് പോകാം ആദ്യത്തെ ഒരു പ്രാവശ്യം, പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചു, ഒതു അല്ല, കുളിച്ചിട്ട് തന്നെ പോകാം, ആദ്യമായിട്ട് പോകുന്നതല്ലേ, പിന്നെ ചെയ്യണ്ട. അതിന് അദ്ദേഹം കുളിച്ചു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മൗലാനയുടെ ഫിക്ർ, മൗലാന മുദഫർ ഹുസൈൻ സാഹിബിന്റെ ഫിക്റും കരച്ചിലും അള്ളാഹു തആല കാരണമാക്കി പിന്നെ അദ്ദേഹം നമസ്കാരം ഒതോടുകൂടി നമസ്കരിക്കുന്ന ആളായി മാറി. ആ നാട്ടുകാർ നമസ്കരിക്കുന്നവരായി മാറി. ഇതാണ് ഇൽമെന്ന്, ആലിമിന്റെ ഉത്തരവാദിത്വം. നമ്മൾ ഇൽമ കരസ്ഥമാക്കി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കൽ മാത്രമല്ല, ഈ സമയത്ത് എന്താണ് ഉമ്മത്തിന് ആവശ്യം എന്നിൽ നിന്ന് കിട്ടേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം നമസ്കരിച്ച് അദ്ദേഹം സ്വന്തം പോയാൽ മതി. പക്ഷെ അദ്ദേഹം ചിന്തിച്ചു, എന്താണ് ഈ പള്ളിയിൽ ഒരാൾ നമസ്കരിക്കാൻ വരാത്തത്? നാട്ടിലേക്ക് ഇറങ്ങി, ജനങ്ങളെ പോയി കണ്ടു, ഗ്രാമ നേതാവിനെ പോയി കണ്ടു, വലിയ കാരുണ്യത്തോടെ അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു. പിന്നെ തിരിച്ചു വന്നു, അള്ളാഹുവിനെ നമസ്കരിച്ചു, ദുആ ചെയ്തു, അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ ഞാൻ പരിശ്രമിച്ച് നമസ്കരിക്കാൻ, എന്നെ പള്ളിയിൽ എത്തിക്കാൻ, ഒളു എടുക്കാൻ നീ തയ്യാറാക്കി. സുരമാരെ, ഇതാണ് ഒരു ആലിമിന്റെ ഉത്തരവാദിത്വം. നമുക്ക് അള്ളാഹു നൽകിയ ഇൽമിന്റെ തേട്ടമാണ്, ഇൽമിന്റെ അമലിയായ തഖാസയാണ്. നമ്മൾ നമ്മുടെ ഇൽമിനെ ഉമ്മത്തിലേക്ക് നാം എത്തിച്ചു കൊടുക്കുന്നവരായി തീരണം. മൗലാന ഇസ്മായിൽ ഷഹീദ് റഹ്മത്തുള്ളാഹി തആലയെ കുറിച്ച് എഴുതുന്നുണ്ട്. മൗലാന അഷ്റഫുൽ ദാനി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എത്രത്തോളം ഉമ്മത്തിന്റെ ഹിദായത്ത് ബശരി ഹാജത്ത് പോലെയായി മാറി. അഥവാ നമുക്ക് ഭക്ഷണം കഴിക്കൽ, നമ്മുടെ ശരീരം സ്വയം നമുക്ക് വിശക്കുണ്ടാവും, നമുക്ക് ദാഹിക്കുമ്പോൾ സ്വയം നമ്മുടെ ഉള്ളിൽ നിന്നൊരു ദാഹം ഉണ്ടാകും. ഇതുപോലെ ബശരി ഹാജത്ത് പോലെ ഉമ്മത്തിന്റെ ഹിദായത്ത് ആഗ്രഹിക്കുന്ന ആളായി മാറിയിരുന്നു മൗലാന ഇസ്മായിൽ ഷഹീദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നുണ്ട്, ദർസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിൽ ഒരു പ്രദേശത്ത് ഒരു ഗല്ലിയില് വ്യഭിചാരികൾ താമസിച്ചിരുന്നു. അദ്ദേഹം ദർസ് കഴിഞ്ഞാൽ അവിടെ പോകും, ആ ജനങ്ങളെ പോയി കാണും, അവരോട് സ്നേഹത്തോടു കൂടി വിചാരത്തിന്റെ ശിക്ഷകളെ കുറിച്ച്, അദാബുകളെ കുറിച്ച് പറഞ്ഞ് ആഖിറത്തെ കുറിച്ച് ഉണർത്തുകയും അവരെ അതിലേക്ക്, ആ തിന്മയിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിലൂടെ ആ ഗല്ലിയിലുള്ള മുഴുവൻ ആളുകളും നന്നാകാൻ ചെയ്യാൻ കാരണമായി തീർന്നെന്ന് ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കി, ഇവരെല്ലാം വലിയ പണ്ഡിതന്മാരായിരുന്നു. വലിയ പണ്ഡിതനായിരുന്നു, ദർസ് നടത്തിയിരുന്നു. പക്ഷേ അവർ അതേപോലെ തന്നെ ഉമ്മത്തിലേക്ക് ഇറങ്ങി ഉമ്മത്തിന്റെ അവസ്ഥകളെ മനസ്സിലാക്കി
തന്റെ കഴിവ് ഉപയോഗിച്ച് എത്ര പരിശ്രമിക്കാൻ പറ്റുമോ അത്രയും അദ്ദേഹം പരിശ്രമിക്കുമായിരുന്നു. ഓരോരുത്തരും ജീവിത ചരിത്രങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഇൽമ് ഇതിന്റെ ശുക്റാണ്, അമലിയ ശുക്റാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന ഇൽമ് അത് ഉമ്മത്തിലേക്ക് നാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കാമെന്ന്. അതിനുവേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അള്ളാഹു നൽകിയ കഴിവ്, അള്ളാഹു നൽകിയ ബുദ്ധി, അള്ളാഹു എന്തെല്ലാ നിഅമത്ത് നൽകിയിട്ട് അത് മുഴുവൻ നമ്മൾ ഇതിൽ ഉപയോഗിച്ച് നാം അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുന്നവരായിത്തീരാം. മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ കുറിച്ച് മൗലാന മൻസൂർ നുഅ്മാനി സാഹിബ് അദ്ദേഹം എഴുതുന്നുണ്ട്, എത്രത്തോളം തന്നെ അർപ്പണം ചെയ്തു മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി വഴിയിൽ. എത്രത്തോളം അർപ്പണം ചെയ്തു വെച്ചാൽ, ഒരാൾക്ക് ദീനിന്റെ പരിശ്രമം ചെയ്താൽ അള്ളാഹു എന്താണ് നാളെ സ്വർഗത്തിൽ തരുന്നത് എന്ന് ഒരാൾ അറിയിച്ചു. അള്ളാഹു തആല കാണിച്ചു കൊടുത്തു. ഒരാൾ ദീനിന്റെ പരിശ്രമം ചെയ്താൽ നാളെ സ്വർഗത്തിൽ അള്ളാഹു എന്താണ് കൊടുക്കുന്നത് എന്ന് അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുത്തു. ദീനിന്റെ പരിശ്രമം ചെയ്തില്ല എങ്കിൽ ഒരാൾ കൊടുക്കുന്ന ശിക്ഷയും അള്ളാഹു തആല നേരിട്ട് കാണിച്ചു കൊടുത്താൽ ആ മനുഷ്യൻ എത്ര പരിശ്രമിക്കുമോ അതിനേക്കാൾ കൂടുതൽ മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ദീനിന്റെ പരിശ്രമം ചെയ്യുകയുണ്ടായി. അത്രയും തന്നെ അർപ്പണം ചെയ്തു. തനിക്ക് എന്തെല്ലാം അള്ളാഹു നൽകിയോ മുഴുവൻ അർപ്പണം ചെയ്തു. മൗലാന എപ്പോഴും പറഞ്ഞിരുന്നു, മേൻ ക്യാ കരൂ, ഞാൻ എന്ത് ചെയ്യും? ഈ ദീനില്ലായ്മ മൗലാന പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും? എല്ലാ സമയത്തും അസ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ജസ്ബ, ഒരു ഫിക്ർ, ഉമ്മത്തിന്റെ ഹിദായത്തിന്റെ ഒരു തേട്ടം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വഴികൾ തുറന്നു തരും. ഇന്ന് സത്യത്തിൽ നമുക്ക് ദീന്റെ പരിശ്രമത്തിൽ നമുക്ക് ഉമ്മത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഉള്ളിൽ നിന്ന് നമുക്കൊരു ആഗ്രഹം വന്നിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉമ്മത്തിന്റെ ഹിദായത്തിന് വേണ്ടിയും? അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു തേട്ടം ഉണ്ടാകണം ഉമ്മത്തിന്റെ ദീനില്ലായ്മ കാണുമ്പോൾ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില്, ഈ പരീക്ഷണ ഘട്ടത്തില് വലിയൊരു പരിശ്രമത്തിന്റെ ആവശ്യമാണ്. അള്ളാഹുന്റെ ഭാഗത്ത് പരീക്ഷണം അത് ഇറങ്ങിയിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ പരീക്ഷണം, ഏറ്റവും വലിയ അദാബ്, ഇത്രയും വലിയ പരീക്ഷണം അള്ളാഹുവിന് ഇറങ്ങിയ സമയത്തും ഉമ്മത്ത് അള്ളാഹുലേക്ക് പൂർണ്ണമായി മടങ്ങിയിട്ടില്ല. ഉമ്മത്തിന്റെ തിന്മകൾ ഉമ്മത്തിന് ഇല്ലാതായിട്ടില്ല. ഇത് അതിനേക്കാൾ അള്ളാഹുവിൽ ഇറങ്ങിയ പരീക്ഷണത്തെക്കാൾ വലിയ അപകടമാണ്. അള്ളാഹുവിന് ഒരു പരീക്ഷണം വരുമ്പോൾ അള്ളാഹുലേക്ക് ഉമ്മത്ത് അടുക്കുന്നില്ല എങ്കിൽ അതിനേക്കാൾ വലിയ മുസീബത്താണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇൽമിന്റെ അഹ്ലുകാരായ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഉത്തരവാദിത്തമാണ്. ഈ സമയത്ത് നമ്മളിൽ നിന്ന് എന്താണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്, ഇത് നമ്മൾ പൂർത്തീകരിക്കലാണ് സത്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഹൃദയംഗമായി അള്ളാഹുലേക്ക് നമ്മൾ ആദ്യം അള്ളാഹുലേക്ക് തിരിയുകയും ദുആ ചെയ്യുകയും നമ്മുടെ രാത്രി കാലങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ എണീറ്റ് കരഞ്ഞ് കണ്ണുനീര് ചാടിച്ച് ഉമ്മത്തിന് വേണ്ടി നമ്മൾ കരയുന്നവരായിത്തീരും. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഹൃദയങ്ങളെ അള്ളാഹു തിരഞ്ഞെടുത്താണ് ഇൽമിന് വേണ്ടി. അള്ളാഹു തആല തിരഞ്ഞെടുത്താണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഹൃദയം അള്ളാഹുവിലേക്ക് തിരിച്ച് രാത്രി കാലങ്ങളിൽ നമസ്കാര ശേഷമെല്ലാം ഉമ്മത്തിന് വേണ്ടി ഒരു ദിവസം പോലും ദുആ ചെയ്യാത്ത സമയം ഉണ്ടാകരുത്. ഹസ്രത്ത് യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹജ്ജിന് പോയ സമയത്ത് അറഫയിൽ വെച്ച് ദീന്റെ പരിശ്രമം ചെയ്യുന്ന കൂട്ടുകാരോട് നടത്തിയ നസീഹത്തിൽ ഹസ്രത്ത് യൂസുഫ് റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ 2 ദുആ എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയിരുന്നു. ഒന്ന് അവരുടെ ഇബാദത്തിന്റെ ദുആ, മറ്റൊന്ന് ദഅവത്തിന്റെ പേരിൽ എല്ലാ നബിമാർക്കും അള്ളാഹു പ്രത്യേകമായ ദുആ നൽകിയിരുന്നു. എല്ലാ നബിമാരും ദഅവത്തിന്റെ പേരിൽ അള്ളാഹു നൽകിയ ദുആയെ അവരുടെ ജീവിതകാലത്ത് ഉപയോഗിച്ചു എല്ലാ നബിമാരും. എന്നാൽ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ദുആയും, തങ്ങളുടെ ഇബാദത്തിന്റെ ദുആയും തങ്ങളുടെ ദഅവത്തിന്റെ ദുആയും രണ്ടും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഇബാദത്തിൽ തങ്ങളുടെ നമസ്കാരത്തിൽ എല്ലാ നമസ്കാരത്തിലും ദുആ ചെയ്തിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് വരുന്നു, തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്ത ദിവസം അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമത് മിൻ ദംബിഹാ, അള്ളാഹു നീ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ, ആയിഷയുടെ ചെറിയ പാപങ്ങൾ പുറത്തു കൊടുക്കണേ, മുൻപിൻ പാപങ്ങൾ പുറത്തു കൊടുക്കണേ. ആയിഷ റളി വലിയ സന്തോഷമായി. അപ്പൊ തങ്ങൾ ചോദിച്ചു, ആയിഷ നീ എന്ത് ഇത്ര സന്തോഷിക്കുന്നത്? അപ്പൊ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു പറഞ്ഞു, തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്. എന്നാൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ വല്ലാഹി ഇന്നഹാ ലദഅവതി ലി ഉമ്മതി ഫീ കുല്ലി സ്വലാം, ആയിഷ നിനക്ക് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യമാണ് ദുആ ചെയ്തെങ്കിൽ എല്ലാ നമസ്കാരത്തിലും ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യും. തങ്ങളുടെ ഇബാദത്തിന്റെ ദുആയും ഉമ്മത്തിന് വേണ്ടി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ പേരിൽ നൽകിയിരുന്ന ആ ദുആ, നബിമാർക്ക് നൽകിയ ദുആ തങ്ങൾ ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ഉമ്മത്ത് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ കാര്യമായി അള്ളാഹുവിന്റെ കാര്യം ദുആ ചെയ്യും.
രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓരോരുത്തരും വീടുകളിലാണ് ഈ സമയത്തുള്ളത്. സാധാരണ മദ്രസയിൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ട സമയമാണ്, ഇപ്പോൾ വീട്ടിലാണുള്ളത്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് നമ്മുടെ വീടുകളിൽ താലീമിന്റെ തർത്തീബ് മുടങ്ങാതെ. സഹോദരന്മാർ, നമ്മൾ ചിന്തിച്ചു നോക്കി, അള്ളാഹു എത്ര വലിയ ഇൽമിന്റെ ശേഖരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തെല്ലാം ഖുർആൻ മനഃപ്പാഠമാക്കാൻ തൗഫീഖ് നൽകിയിട്ടുണ്ടാകും, ഹദീസുകൾ പഠിക്കാൻ തൗഫീഖ്. ഇതെല്ലാം അള്ളാഹു നൽകിയപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം കൂടി നമ്മുടെ വീട്ടുകാരുടെ മേൽ. റാഷിറത്തക്കല്ലഖറബീൻ, ആദ്യത്തെ നമ്മുടെ ബാധ്യത നമ്മുടെ അടുത്ത കുടുംബക്കാരോടാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മമാരുണ്ട്, നമ്മുടെ സഹോദരിമാരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ത്രീകളുണ്ട്, വാപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്. നമ്മൾ ഫിക്ർ ചെയ്യണം, എന്റെ വീട് എങ്ങനെ സഹാബാക്കളുടെ വീട് പോലെ ആക്കിയെടുക്കാൻ പറ്റും, എന്റെ വീട് എങ്ങനെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ദീനിയായ വീടാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ചിന്തിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു 10-15 മിനിറ്റോ ഹദീസിന്റെ കിതാബ്, നമുക്ക് താലീമിന്റെ കിതാബുകൾ ഇല്ല എങ്കിൽ, ഫളായിലിന്റെ കിതാബ് ഇല്ല എങ്കിൽ, നമ്മൾ മാഷാഅല്ലാഹ് ഹദീസുകൾ പഠിച്ചവരാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് വീട്ടിൽ കുറഞ്ഞ സമയം അവർ ഒരുമിച്ച് കൂട്ടിയിരുത്തി ദീന്റെ കാര്യങ്ങൾ ദിവസേന മുദാക്കറ ചെയ്യണം. നല്ലൊരു സമയം നോക്കിയിട്ട്. സഹോദരന്മാരെ, നമ്മുടെ ഉമ്മമാർ നമുക്ക് എത്ര ഖിദ്മത്ത് ചെയ്തവരാണ്. നമ്മൾ എത്ര ഉപകാരം ചെയ്താലും മതിയാകൂല. ആ ഉമ്മമാരോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു അവരുള്ള വലിയ കടമയാണ്. നമുക്ക് അള്ളാഹു നൽകിയ ഇൽമിനെ ചെറിയൊരു ശതമാനമെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുക, വീടുകളിൽ അവർ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കുക. എത്ര വർഷമായി നമ്മുടെ ഉമ്മ ചിലപ്പോൾ നമസ്കരിക്കുന്നുണ്ടാവും, ഫാത്തിഹ ശരിയായിട്ടുണ്ടാവുകയില്ല. നമ്മളെ വളർത്തി നമ്മുടെ ഉമ്മ വർഷങ്ങളായി നമസ്കരിക്കുന്നു, നമസ്കാരത്തിൽ ഫാത്തിഹ ശരിയായിട്ടില്ല. എന്നാൽ അള്ളാഹു നമ്മൾ എന്ത് മറുപടി പറയും? നമ്മൾ വർഷങ്ങൾ നമ്മളെ വളർത്തി നമ്മുടെ ഉമ്മ ഹദീസ്, നമ്മൾ ഒരു ഹദീസ് പോലും തങ്ങളിൽ നിന്ന് വേണമെങ്കിൽ കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹു നാളെ എന്ത് മറുപടി പറയും? അവിടെ നമ്മൾ ഓരോരുത്തരും ശുക്ർ ചെയ്യും. നമ്മുടെ വീട്ടിൽ മുടങ്ങാതെ എല്ലാ ദിവസവും നമ്മൾ ഇപ്പൊ അൽഹംദുലില്ലാഹ് ഉള്ള സമയമാണ്, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും ഒഴിവാക്കിയെടുത്ത് നമ്മുടെ വീട്ടുകാരെ കൂടെ ഇരിക്കും. എന്നിട്ട് ഹദീസിന്റെ കിതാബ് മുടങ്ങാതെ വായിക്കും. കുറച്ച് സമയം അള്ളാഹുവിനെ പറ്റി പറയും, ആഖിറത്തെ പറ്റി പറയും. നമ്മൾ ശീലമാക്കി മാറ്റും. അതുപോലെ മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് മൊബൈൽ ഉണ്ട്. നമ്മൾ മദ്രസയിലാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാറില്ല. പക്ഷെ നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്ക് ഇപ്പോഴത്തെ സമയത്ത് ആരെയും പുറത്തു പോയി കാണാനോ, ജനങ്ങളുടെ ടൗണുകളിൽ പോയി കാണാനോ, പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ നിർബന്ധ സാഹചര്യത്തിൽ നമ്മൾ ഫോണുകളിൽ നമ്മുടെ കൂട്ടുകാരെ വിളിക്കും. നമുക്ക് നമ്മുടെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരുണ്ടാകും, നമ്മുടെ ഗ്രൗണ്ടിൽ പഴയ കാലത്ത് കളിച്ചിരുന്ന കൂട്ടുകാരുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന വലിയൊരു പരീക്ഷണം, ചെറുപ്പക്കാർ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റാത്തതിന്റെ പേരിൽ, ദീനിയ മജ്‌ലിസിൽ പോകാൻ പറ്റാത്തതിന്റെ പേരിൽ ഓരോ ദിവസം ചെറുപ്പക്കാർ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ ധാരാളം കോളേജുകൾ, സ്കൂളിൽ പഠിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് വീടുകളിൽ ഇൻഷാ അല്ലാഹ് കൂട്ടുകാരെ ഇൻഷാ അല്ലാഹ് വിളിച്ച് ഫോണിൽ സംസാരിക്കും. അവരുടെ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ ചോദിക്കും, സ്നേഹത്തോടു കൂടി ആദ്യം വിശേഷങ്ങൾ ചോദിക്കും. എന്നിട്ട് അവരോട് ഇൻഷാ അല്ലാഹ് അവരുടെ നമസ്കാര കാര്യങ്ങളിൽ, അവരുടെ ബാക്കിയുള്ള ദീനിയായ വീടുകളിൽ നമ്മുടെ കൂട്ടുകാർ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഫോണിൽ വിളിച്ച് ഇൻഷാ അല്ലാഹ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ദഅവത്ത് അങ്ങനെയാണ്. നമുക്ക് ആരെയും പോയി കാണാൻ പറ്റൂല. അതുകൊണ്ട് നമ്മുടെ കോളേജിലെ കൂട്ടുകാരുണ്ടാവും, അവിടെ സ്കൂളുകളിലെ പഴയ കൂട്ടുകാര്, നാട്ടിൽ കൂടെ കളിച്ചിരുന്ന പഴയ കൂട്ടുകാർ, അതുപോലെ നമ്മുടെ ഫാമിലിയിൽ പഴയ ബന്ധങ്ങളുള്ള മൂത്താപ്പട മക്കള്, കൊച്ചാപ്പട മക്കള്, ഇവരെല്ലാം ഉണ്ടാകും. ഇവരെല്ലാം വിളിച്ച് ഇൻഷാ അല്ലാഹ് ഫോണിൽ ഇൻഷാ അല്ലാഹ് വിളിച്ച് അവരുടെ ദീനിയായ കാര്യങ്ങൾ ചോദിക്കും, ഇടക്കിടക്ക് വിളിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ വീടുകളിൽ ഇൻഷാ അല്ലാഹ് താലീം മുടങ്ങാൻ നടത്തി, വീട്ടിൽ ഇൻഷാ അല്ലാഹ് മഷൂറ ചെയ്യും. വീട്ടിലെ കാര്യങ്ങള്, നാളെ ഖിദ്മത്ത് ആര് ചെയ്യും, ഇന്ന ഖിദ്മത്ത് ആര് ചെയ്യും, വീട്ടിൽ പേരെ തുടയ്ക്കണം അല്ലെങ്കിൽ പാത്രം കഴുകണം, നമ്മൾ ഇൻഷാ അല്ലാഹ് ഓരോ ഖിദ്മത്ത് ഏറ്റെടുക്കും, മഷൂറ ചെയ്യും വീട്ടിലെ കാര്യങ്ങൾ. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ വീട് ഒരു പ്രകാശിക്കുന്ന വീടായി മാറണം. നമ്മുടെ ഉമ്മമാരാ നമ്മളെ പഠിക്കാൻ വിട്ടതിൽ അവർ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട്. മകൻ പഠിക്കാൻ പോയി, ദീൻ പഠിക്കാൻ പോയതിന്റെ പേരിലാണല്ലോ ഇതെല്ലാം എനിക്ക് കാണാൻ സാധിക്കുന്നത്, സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടായിത്തീരും. ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് ഫിക്ർ ചെയ്യും ഇൻഷാ അല്ലാഹ്. എല്ലാവരും തയ്യാറല്ല ഇൻഷാ അല്ലാഹ്? 3 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് പ്രധാനമായി പറഞ്ഞു. 1, രാത്രി കാലങ്ങൾ എണ്ണീറ്റ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. 2, വീടുകളിലെ അമലുകൾ തർത്തീബാക്കി താലീം അടങ്ങുന്ന അമലുകൾ. 3, കൂട്ടുകാരെ വിളിച്ച് ഇൻഷാ അല്ലാഹ് ദഅവത്ത് ചെയ്യും. തയ്യാറല്ല ഇൻഷാ അല്ലാഹ്? അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഏതൊക്കെ മദ്രസയിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. മദ്രസക്കാർ ഇൻഷാ അല്ലാഹ് മദ്രസയിൽ നിന്ന് പങ്കെടുക്കുന്നവർ ഇൻഷാ അല്ലാഹ് മഷൂറ ചെയ്ത് ഒരാളെ തീരുമാനിച്ചിട്ട് ആ തീരുമാനിക്കുന്ന ആള് അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ മദ്രസയിൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഇത്രയും വീടുകൾ അൽഹംദുലില്ലാഹ് താലീം നടക്കുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച ഇത്രയും പേരെ വിളിച്ച് ഫോണിൽ ഇൻഷാ അല്ലാഹ് മുലാഖത്ത് ചെയ്ത് കാർഗുസാരി അടുത്ത ആഴ്ച മുതൽ പറഞ്ഞാൽ ഇൻഷാ നമുക്ക് കുറച്ച് പരിശ്രമത്തിൽ പതിയെ മുന്നോട്ട് പോകാനും ഫോളോ അപ്പ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും.
ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മദ്രസയിൽ നിന്ന് പങ്കെടുക്കുന്നവര് ഈ രണ്ട് കാര്യത്തിന്റെ കാർഗുസാരി പറയുന്നത് നല്ലതായിരിക്കും. എത്ര വീടുകളിൽ താലീം നടക്കുന്നുണ്ട്, ഞങ്ങളുടെ മദ്രസയിൽ ഇത്രയും കുട്ടികളുണ്ട്, എത്ര വീട്ടിൽ താലീം നടക്കുന്നുണ്ട്, അതുപോലെ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ എത്ര കൂട്ടുകാരെ വിളിച്ച് ഫോണിൽ ദഅവത്ത് ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ വളരെ നല്ലതായിരിക്കും. തയ്യാറല്ല ഇൻഷാ അല്ലാഹ്? ഇൻഷാ അല്ലാഹ് എല്ലാ ശനിയാഴ്ചയും ഇതുപോലെ ഇൻഷാ അല്ലാഹ് കറക്റ്റ് 7 മുതൽ 8:15 വരെ ഇതേപോലെ ഇൻഷാ അല്ലാഹ് നമ്മൾ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള നസീഹത്തും ഇതൊക്കെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ള എല്ലാ കൂട്ടുകാരെയും കൂട്ടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കണം. തയ്യാറല്ല ഇൻഷാ അല്ലാഹ്? അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم لك الحمد كله ولك الشكر كله ولك الملك كله وإليك يرجع الأمر كله. اللهم لك الحمد حمدا كثيرا طيبا مباركا فيه على كل حال. اللهم إنا نحن عبيدك الضعفاء والفقراء والمساكين. اللهم إنك تسمع كلامنا وترى مكاننا وتعلم سرنا وجهرنا. اللهم يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين ويا راحم المساكين ويا أرحم الراحمين ويا أكرم الأكرمين. അള്ളാഹു ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതന്നെ പഠിച്ചവനെ. അള്ളാഹു ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും അള്ളാഹു ഒരുപാട് പാളിച്ചകൾ വന്നുപോയ പാപികളാണ് പഠിച്ചവനെ. ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ പഠിച്ചവനെ. അള്ളാഹുവേ അള്ളാഹ് നീ ഞങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്ന പരീക്ഷണം അള്ളാഹു നിന്റെ കരുണ കൊണ്ട് എത്രയും പെട്ടെന്ന് ഉയർത്തണേ പഠിച്ചവനെ. അള്ളാഹുവെ ഉമ്മത്തിനെ നിന്നെ മനസ്സിലാക്കാനും നിന്റെ കുതിർത്ത് മനസ്സിലാക്കാനും നിന്നിലേക്ക് അടുക്കാനും കാരണമാക്കണേ പഠിച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ പാപങ്ങളുടെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ പഠിച്ചവനെ. അള്ളാഹു നിന്റെ മഗ്ഫിറത്ത് ഞങ്ങളുടെ പാപങ്ങളെക്കാളെല്ലാം വലുതാണല്ലോ പഠിച്ചവനെ. അള്ളാഹു മുഴുവൻ മനുഷ്യരെയും അള്ളാഹ് ഈ മുസീബത്തിന് രക്ഷപ്പെടുത്തണേ പഠിച്ചവനെ. അള്ളാഹുവെ ഇതിന്റെ പരിശ്രമവും പഠിച്ചവനെ ഞങ്ങൾക്ക് മദ്രസകളിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോയി നല്ല രീതിയും പഠിക്കാനുള്ള വഴികൾ നീ തുറന്നു തന്നെ പഠിച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വലിയ വിഷമവും ദുഃഖവും ഉണ്ട് പഠിച്ചവനെ. നീ ഞങ്ങളെ മഹ്റൂമാക്കി കളയില്ലേ പഠിച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ മദ്രസകളിൽ പോയി പഠിച്ചവനെ ദീനിയായ എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല നിലയിൽ ചെയ്യാനുള്ള വഴികൾ നീ തുറന്നു തരണേ പഠിച്ചവനെ. ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ പഠിച്ചവനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.